ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കരുമാടി ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കേരളത്തിന് പുറത്തുള്ള മഹാരാഷ്ട്രയിലുള്ള പൂനെ എന്ന സിറ്റിയിലേക്കാണ് ഇന്നത്തെ യാത്ര. അവിടെ ചരിത്ര സ്മാരകമായ ഭീമ കൊറേക്കാവിൽ സന്ദർശിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ യാത്ര. യാത്രയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയൊക്കെ വീണ്ടും അവിടെ സെൻറ്ററാണ്. 30-ാം തീയതി രാവിലെ 9:40 ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി പൂനെ എക്സ്പ്രസ്സിലാണ് നമ്മൾ പുറപ്പെട്ടത്. പിന്നെ വിവിധ ജില്ലകളിൽ നിന്ന് പല പല ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ജോയിൻ ചെയ്യുകയുണ്ടായി. 31-ാം തീയതി രാത്രി 10:30 പൂനെ സിറ്റിയിലെത്തി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. സത്യം ഗസ്റ്റ് ഹൗസ് ആയിരുന്നു നമ്മുടെ റൂം. അപ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരും യൂബർ ടാക്സി ബുക്ക് ചെയ്താണ് നമ്മൾ റൂമിലേക്ക് പോയത്. ഒരു 3 കിലോമീറ്റർ ഉണ്ടാകുള്ളൂ അതിനകത്ത്. കൃത്യം 11:30 നമ്മളെല്ലാവരും റൂമിലെത്തി. ഒരു ഡോമട്രി സെറ്റപ്പുള്ള റൂമാണ്. ഓരോ റൂമിലും 5 പേര് വീതമാണ് നമ്മൾ കിടക്കുന്നത്. എത്തിയ ഉടനെ തന്നെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും റൂമിൽ ഒരുമിച്ച് കൂടി. 12 മണിയാകുമ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി എല്ലാവരും കേക്കുകളുമായി റെഡിയായി നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സത്യം ഗസ്റ്റ് ഹൗസ്. രാവിലെ എല്ലാവരും ഭീമ കൊറേക്കാവിൽ യാത്ര ചെയ്യാൻ വേണ്ടി കാപ്പി കുടിക്കുന്ന തിരക്കിലാണ്. സാറെങ്ങനെയുണ്ട് ഫുഡ്? ഇത് മഹാരാഷ്ട്രയുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് വടപ്പാവ് എന്നാണ് എൻ്റെ പേര്. ഇത് വളരെ തുച്ഛമായ റേറ്റ്. ഞാനൊക്കെ ഇത് കഴിക്കാൻ തുടങ്ങിയ കാലത്ത് 1 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിന് ഒരെണ്ണത്തിന് 20 രൂപയാണ്. വേണ്ട, ഒന്ന് വാങ്ങിയാൽ ഞാൻ അത് വെച്ച് കഴിച്ചാൽ മതി. ചൂടുണ്ടായി ശ്രദ്ധിക്കുക. ചമ്മന്തി ആവില്ലേ? ചമ്മന്തി ഉണ്ട് കഴിക്കും. ഫ്രണ്ട്സ്, നമ്മൾ ഭീം കൊറേക്കാവിലേക്ക് പോവുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ തീഹാർ ജയിലിൽ വെച്ച് കാണാം മിക്കവാറും. അല്ല, അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അങ്ങനെ ഒരു പ്രശ്നം നേരിടാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ്. അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഭീമ കൊറേക്കാവിലേക്ക് പോകാൻ വേണ്ടി വന്ന വാനാണ്. അങ്ങനെ നമ്മളെല്ലാവരും വാനിൽ കയറി ഭീമ കൊറേക്കാവിലേക്കുള്ള യാത്ര തിരിക്കുകയാണ്. Юtra.
ജയ് ഭീം ജയ് ഭീം എടുത്തു. ഭീമ കൊറേഗാവ് സ്മാരകം കാണാനെത്തിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി വഴികരികിൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, കുടിവെള്ളം എന്നുവേണ്ട മറ്റ് സംവിധാനങ്ങളെല്ലാം ഓരോരോ സംഘടനകളുടെ കീഴിൽ തന്നെ വഴികരിയിലുണ്ടായിരുന്നു. हॅलो, अकोला जिल्ह्यामधून आलेल्या सर्व भीमसैनिकांचे हार्दिक हार्दिक स्वागत आहे आणि जय भीमा कोरेगाव, जय भीम, जय അങ്ങനെ നമ്മൾ ചരിത്രമുറങ്ങുന്ന ഭീമ കൊറേഗാവ് മണ്ണിലേക്ക് എത്തപ്പെട്ടു. ഉണ്ടല്ലേ, വന്ന ആൾക്കാരുടെ എല്ലാവരും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകേണ്ടത്. പൂനെയിൽ നിന്ന് 16 മൈൽ അകലെ ഭീമാ നദിയുടെ തീരത്താണ് കൊറേഗാവ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കൊറേഗാവ് മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിൻ്റെ സിരൂർ താലൂക്കിലാണ്. ഭീമാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമായതിനാൽ ഇതിനെ ഭീമ കൊറേഗാവ് എന്ന് വിളിക്കുന്നു. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നടന്ന് തൊട്ടപ്പുറത്ത് ഇങ്ങോട്ട് പോകാൻ വേണ്ടി അവിടുത്തെ സർക്കാർ ട്രാൻസ്പോർട്ട് ബസ് അറേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി വേണം നമ്മൾ ഇങ്ങോട്ട് പോകാനുള്ളത്. മഗർ സൈനികരായിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിൽ ആധിപത്യം ഉണ്ടായിരുന്നത്. ഭീമ കൊറേഗാവ് യുദ്ധവിജയം മഗർ സൈനികരുടെ പോരാട്ടത്തിൽ വിജയത്തിൻ്റെ ചരിത്രരേഖയാണ് കണക്കാക്കുന്നത്. 1818 ജനുവരി 1 പേർഷ്യയുടെ പടയാളികളും ബ്രിട്ടീഷ് പട്ടാളക്കാരും തമ്മിൽ നടന്ന അവിശ്വസനീയവും അവിസ്മരണീയവുമായ യുദ്ധത്തിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമായാണ് ഭീമ കൊറേഗാവിനെ കാണുന്നത്. കണ്ടില്ലേ, അത്രയ്ക്ക് ജനലക്ഷങ്ങളാണ് ഈ കൊറേഗാവ് ഭൂമിയിലേക്ക് വന്നിറങ്ങുന്നത്. ആ ബസ്സിനകത്ത് വെച്ച് തന്നെ നമ്മൾ ഒരു ദളിത് സാമൂഹിക പ്രവർത്തന കണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. നമ്മളോട് ചോദിക്കുകയുണ്ടായി, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയുമോ? നമ്മൾ പറഞ്ഞു നമുക്കറിയാമെന്നും. അദ്ദേഹം പറയുകയുണ്ടായി, ഓരോ വർഷം തോറും ഇതിൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വർഷം തോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അയിത്തക്കാരായ സൈനികരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണമായ കൊറേഗാവ് യുദ്ധത്തിൻ്റെ സുപ്രധാനമായ പങ്ക് വഹിച്ചവരായിരുന്നു ആ രാജ്യത്തെ തദ്ദേശീയർ. അയിത്തജാതിക്കാരായ ആ സമൂഹത്തെ തോൽപ്പിക്കാനുള്ള കഴിവ് പേഷ്വ പട്ടാളക്കാർക്കില്ലായിരുന്നു. അയിത്തക്കാരായ 500 പട്ടാളക്കാരും 30,000-ഓളം വരുന്ന പേഷ്വ പട്ടാളക്കാരെ തകർത്ത് തരിപ്പണായിക്കൊണ്ടാണ് ആ ഒറ്റ രാത്രി ആ യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർ പേർഷ്യകൾക്കെതിരെ ധീരമായ വിജയം നേടിയത് 1818 ജനുവരി 1 എല്ലാ വർഷവും ആ ദിവസം കൊറേഗാവിൽ വിജയസ്തൂപത്തിന് മുന്നിൽ മഗർ പോരാളികൾക്കുള്ള ആദരസൂചകമായ അഭിവാദ്യമർപ്പിക്കൽ താങ്കളുടെ സൈനിക ബറ്റാലിയൻ നിർദ്ദേശിച്ചുള്ള ഉത്തരവാണ് ബ്രിട്ടീഷ് സർക്കാർ അവിടെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ജനലക്ഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോവുകയും ഒരു സൈഡിൽ കൂടെ ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. ഓരോ സെക്കൻഡിലും ജനലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ജനത്തിരക്കാണ്. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്ന് വേണം കൊറേഗാവിലെത്താൻ. അത്രയ്ക്ക് ദൂരമുണ്ട്, അത്രയ്ക്ക് ജനങ്ങളുമുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് എന്തായാലും വണ്ടി പോകില്ല. അങ്ങനെ നടന്നുള്ള യാത്രയായിരുന്നു.
गडबड करू नका आहे मित्रांनो. बाकीचे अंमलदार पुढे थांबा थांबा थांबा. നമ്മൾ നടന്ന് ഭീമേ കൊറേക്കാവിൻ്റെ എൻട്രി എത്തി. ഈ എൻട്രിയിലൂടെയാണ് ഭീമേ കൊറേക്കാവ് സ്മാരകം കാണാൻ കഴിയുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ചരിത്ര നിമിഷങ്ങളായിരുന്നു ഭീമേ കൊറേക്കാവ് എൻട്രിയിലേക്ക് കയറുമ്പോൾ ഉണ്ടായിരുന്നൊരു അനുഭവം. അത്രയ്ക്ക് ജനമാണ്. आपल्यामुळे इतर अवयवांना अडचण होणार नाही याची काळजी घ्या. अभिवादन करा पुढे चला. अडथळा करताय जय भीम बोला पुढे चला. बोर्डे मेन गेटवर अभिवादन करा पुढे पोलिसांना सहकार्य करा. अभिवादन करायचे पुढे चालणारे डॉक्टर बाबासाहेब आंबेडकर बोला. विनाकारण विरुद्ध दिशेने लोक आतमध्ये येत आहेत. शुभम कांबळे हरवलेला आहे. त्याने पोलीस मदत केंद्र येथे महिला अंमलदार पुढे या महिला अंमलदार അങ്ങനെ നമ്മൾ ഭീമേ കൊറേക്കാവ് സ്മാരകം കണ്ട് ഇനി തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. ഭയങ്കരമായ ആത്മാഭിമാനത്തോടെയാണ് ആ സ്മാരകം കണ്ടതും തിരികെ പോകുന്നതും. അങ്ങനെ ഭീമേ കൊറേക്കാവ് കണ്ടതിൻ്റെ സന്തോഷത്തിൽ നമ്മളും തിരികെ യാത്രയായി.